അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണിച്ചുകുളങ്ങര മേഖലാ സമ്മേളനം നടന്നു. ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണിച്ചുകുളങ്ങര മേഖലാ സമ്മേളനം നടന്നു. കണിച്ചുകുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ ഉദ്ഘാടനം ചെയ്തു. പ്രീത അനിൽ അധ്യക്ഷത വഹിച്ചു. മിനിമോൾ സൂര്യത്ത് സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി അനിജി പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ കമ്മിറ്റി അംഗം സിന്ധു വിനു സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി ബിജി അനിൽ, ഏരിയ പ്രസിഡന്റ് ജെസ്സി ജോസി എന്നിവർ സംസാരിച്ചു. അനിജി പ്രസിഡന്റായും ബിന്ദാര സെക്രട്ടറിയായും പുതിയ കമ്മിറ്റിയും തിരഞ്ഞെടുത്തു. നമ്മുടെ ഈ അവകാശ പോരാട്ടങ്ങൾ, നമ്മുടെ അവകാശങ്ങളൊക്കെ ഈ സമൂഹത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ അധികാര അവകാശങ്ങളും ഒക്കെ നേടിയെടുത്തത് ഇത്തരത്തില് പള്ളിയുമായി ബന്ധപ്പെട്ടാണോ, അമ്പലവുമായി ബന്ധപ്പെട്ടാണോ, മോസ്കുമായി ബന്ധപ്പെട്ടാണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ നിർഭയരായിരിക്കുന്നതും ഇന്ത്യൻ ഭരണഘടനയിൽ നിങ്ങൾക്ക് അവകാശങ്ങൾ ലഭിക്കുന്നതും അതിതീവ്രമായ സമരങ്ങൾ വഴി നമ്മൾ നേടിയെടുക്കുന്നതാണ്. അതിതീവ്രമായ സമരങ്ങൾ വഴി നമ്മൾ നേടിയെടുക്കുന്നതാണ്. മറിച്ച് മതപരമായ ഒരു ആചാരത്തിന്റെയും പിൻബലത്തിലല്ല നമ്മൾ ഇതൊന്നും നേടിയെടുക്കുന്നത്. നിങ്ങളുടെ മക്കൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ പൊതുജന ആരോഗ്യത്തിൽ സർക്കാർ ആശുപത്രികൾ ഇടപെടുന്നുണ്ടെങ്കിൽ, നമ്മളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഗവൺമെന്റ് സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് വീട് ലഭിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും സാധ്യമാവുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നേടിയെടുത്തത് ദീർഘകാലമായി സമരം ചെയ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗം തന്നെയാണ്. പുന്നപ്ര വയലാർ സമരത്തിലൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും എല്ലാ അവകാശങ്ങളും സ്ഥാപിതമാവുന്നത് പുന്നപ്ര വയലാർ സമരത്തിന്റെ ബാക്കി പത്രമായിട്ടാണ്. ഞാനടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥര് കാഷ്വൽ ലീവ്, സറണ്ടർ ലീവ്, ചികിത്സാനുകൂല്യങ്ങൾ, മറ്റവധികൾ, മറ്റാനുകൂല്യങ്ങൾ എന്നുവേണ്ട സകലതും സാധ്യമാക്കി തന്നത് പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത് നിരക്ഷരായ ആളുകളുടെ ആത്മ